ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉടയാടയിൽ പെയിൻറ്റിങ് യെല്ലോ കളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലെമൺ യെല്ലോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഓരോ വെർഷൻ ബൈ വെർഷനായിട്ട് നമുക്കൊരു എഫക്റ്റ് തോന്നുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബോറായി പോകും. നമ്മളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളതുപോലെ തന്നെ അപ്പത്തിരിക്കുന്ന നെയ്യിലേക്ക് ആ കളറാണ് കൊടുക്കുന്നത്. സാധാരണ നെയ്ക്കുള്ള കളർ അറിയാമല്ലോ, യെല്ലോയിഷ് കളറാണ് അതിന് വരുന്നത്. അത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്ത കളർ എടുക്കാൻ പോവുകയാണ്. യെല്ലോ ഓക്കറാണ് ഞാൻ എടുക്കുന്നത്. അത് വെച്ച് നമുക്ക് പുള്ളിപ്പുള്ളിയുടെ ഇതല്ലേ നമ്മുടെ ഭഗവാന്റെ ഉടയാട, അപ്പോൾ അതിന് കളർ ചെയ്യുകയാണ്. നമ്മളിതുപോലെ ഓരോ ഡോട്ട് ബൈ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ വേരിയേഷൻസ് വരുത്തേണ്ടടുത്ത് അതുപോലെ വേരിയേഷൻസും ചെയ്യണം. രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റിങ്സ് ഇന്നലെ ഞാൻ ചെയ്ത കൂട്ടത്തിൽ ഞാൻ സ്നാപ്ചാറ്റ് യൂസ് ചെയ്താണ് വീഡിയോ എടുത്തത്. അത് കാരണം കളറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവരോടും സോറി പറയുന്നു. പിന്നെ നമുക്കിനി അത് പോർഷൻ എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇനി നമ്മൾ ലൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ സാപ്പ് ഗ്രീൻ, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ, അതാണ് നമ്മൾ എടുക്കുന്നത്. വെള്ളയും നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഓരോ കോട്ടിങ് ബൈ കോട്ടിങ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡാർക്ക് ഗ്രീന് എടുക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ ഡാർക്കും അതിൻ്റെ കൂടെ യെല്ലോയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കളർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ പോർഷൻ ബൈ പോർഷനും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡാർക്ക് ഗ്രീൻ എടുക്കുകയാണ്. അത് നമ്മൾ ഇനി ഓരോ ഇതായിട്ടും കൊടുക്കുന്നു. ഇത്രയും കളേഴ്സാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. അതങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമുക്ക് കണ്ണ് എഴുതണം. അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ചെറിയൊരു ഡോട്ടായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം സർപ്പത്തിന് നമ്മൾ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ കണ്ണ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. മിഴി തുറക്കുക എന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സർപ്പത്തിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയും അതുപോലെ കണ്ണിൻ്റെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്ലാക്ക് കളർ എടുത്തു. അത് നമ്മൾ ഐസ് വരയ്ക്കുകയാണ്. ഭഗവാന്റെ കണ്ണ് തുറക്കുകയാണ്. തുറന്നതിന് ശേഷം ആണ് നമ്മൾ പിരിയം ഞാൻ എഴുതുന്നത്. അത്ര കളറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, ചെറിയൊരു ഇത് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചുണ്ടിന് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഔട്ടർ ലൈന് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ ഇടാം. അല്ലാതെ ഇതിപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഇപ്പം നമ്മൾ റെഡ് കളർ എടുക്കുന്നു. അത് ലിപ്സിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതും ചെറിയ ലോങ് ബ്രഷ് ആയിരിക്കണം, തിന്നായിരിക്കണം ആ ബ്രഷ്. എങ്കിൽ മാത്രമേ നമുക്ക് ലൈൻ ഇട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിന് ലൈൻ ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഇപ്പം നമ്മൾ പൊട്ട് കൊടുക്കുകയാണ് ഭഗവാന്. അവിടുത്തെ ഫോട്ടോയിൽ ഞാൻ കണ്ട അതേ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗംഗാദേവി ഉള്ള ഭാഗത്തും അതുപോലെ തന്നെ ചെറിയൊരു ഇത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഭസ്മം തൊടുകയാണ്. അതിന് വൈറ്റ് കളറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഭഗവാന്റെ തിരുനെറ്റിയിൽ ഭസ്മം തൊട്ട് കൊടുത്തു. ഇനി ഇപ്പം കണ്ണിൻ്റെ അവിടെ ചെറിയൊരു വൈറ്റ്, അതുപോലെ തന്നെ ലിപ്സിൽ നമ്മൾ പിങ്ക് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഔട്ടർ ലൈൻ റെഡ് കളറും പിന്നെ നമ്മൾ യെല്ലോ കളറ്, ഗ്രീൻ കളറ്, സബ് ഗ്രീൻ കളറ്, അതുപോലെ തന്നെ വയലറ്റ് കളറ്, ബാക്ക്ഗ്രൗണ്ട് ബാക്കിയെല്ലാം ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പെയിൻറ്റിങ്സ്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിനിയിപ്പം നമ്മൾ ഫ്രെയിം ചെയ്യുക, എന്നിട്ട് ഭഗവാന് സമർപ്പിക്കുന്നു.